വാഹനം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാട്ടോ. നമ്മൾ വാഹനം കൊടുക്കും, ചിലപ്പോൾ നമ്മൾ വാഹനം വാങ്ങിക്കൂല, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആർസിൻ്റെ നമ്മളെ പേര് മാറ്റിങ്ങാണ്ട് അതുപോലെ ചലം കെട്ടുണ്ടെങ്കിൽ കെട്ടിയിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മളെ തടി കഴിച്ചിലാക്കിയിട്ട് നമ്മൾ വിടും. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു അബദ്ധം പറ്റാറുണ്ട്. അതായത് നമ്മൾ ഈ വണ്ടി വിൽക്കുകയാണ്, വിറ്റ ആൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആൾ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ആരെങ്കിലും വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അപകടം സംഭവിച്ചിട്ട് ഒരു 25-30 ലക്ഷത്തിൻ്റെ ഒക്കെ ഒരു ക്ലെയിം വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. അത് കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലാതാവും. അങ്ങനെ ആവുന്ന സമയത്ത് പിന്നെ കോടതിയാണ് തീരുമാനിക്കുക. കോടതി എന്ത് ചെയ്യും, ഈ വ്യക്തിന്റെ പ്രോപ്പർട്ടിയിലേക്കാണ് നോക്കുക. ഈ വ്യക്തിന്റെ പ്രോപ്പർട്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് ഒന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ ചെയ്യുക, ഈ ഇൻഷുറൻസ് ആരെ പേരിലാണോ എന്നുള്ളത്. അപ്പോൾ ആ ഇൻഷുറൻസ് നമ്മൾ പേര് മാറ്റിയിട്ടില്ലെങ്കിൽ ആ വ്യക്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് പിന്നെ പിടിക്കുക. അപ്പോൾ നിങ്ങൾ RC എപ്പോഴും വാഹനം നമ്മൾ കൊടുക്കുന്ന സമയത്ത് RC മാത്രം നമ്മൾ പേര് ചേഞ്ച് ചെയ്താൽ പോരാ, എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്